മാസപ്പടി കേസിൽ ടി വീണയ്ക്കും പിണറായിക്കും അഴിയാക്കുരുക്കായി CMRL MD ശശിധരൻ കർത്തയുടെ മൊഴി. പിണറായിയുമായുള്ള അടുപ്പത്തിന്റെ പേരിലാണ് കരാർ നൽകിയതെന്നും വീണ CMRLന് സേവനം നൽകിയിട്ടില്ലെന്നും കർത്ത മൊഴി നൽകി. 2024 ഏപ്രിലിലെ മൊഴിയാണ് പുറത്തുവന്നത്. ഇതോടെ കേസിൽ EDയുടെ അടുത്ത നീക്കങ്ങൾ നിർണായകമാകും. വീണയുടെ വാടക വീട്ടിൽ നിന്ന് ലേക്കർ ഇന്ത്യ എന്ന മറ്റൊരു കമ്പനിയുടെ രേഖകൾ കണ്ടെടുത്തതായും ED റിപ്പോർട്ട് നൽകി. വീണയ്ക്ക് 2 അക്കൗണ്ടുകളിലായി ഉണ്ടായിരുന്ന 32 ലക്ഷം രൂപയും മരവിപ്പിച്ചു. CMRL എക്സാലോജിക്ക മാസപ്പടി ഇടപാട് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED നടത്തുന്ന അന്വേഷണത്തിൽ EDയുടെ അവരുടെ നിഗമനങ്ങൾ സാധൂകരിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ തെളിവുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള മൊഴികൾ പറയുന്നത്. 2024 ഏപ്രിലിൽ CMRL MD ആയ ശശിധരൻ കർത്തയുടെ മൊഴിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ വ്യക്തമാക്കുന്നത് ഇതിൽ വീണ ടി എന്ന പിണറായി വിജയൻ്റെ മകൾ ഈ കേസുമായി ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു രീതിയിലുള്ള സേവനങ്ങളും നൽകിയിട്ടില്ല. അന്ന് ഈ കാലയളവിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമായുള്ള ഒരു അടുപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ കമ്പനിക്ക് കരാർ നൽകുന്നതും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതും. അല്ലാതെ മറ്റു സേവനങ്ങളൊന്നും തന്നെ ഈ എക്സാലോജിക്കിൽ നിന്ന് ഉണ്ടായിരുന്നില്ല എന്നതാണ് ശശിധരൻ കർത്ത 2024 ഏപ്രിൽ തൻ്റെ വീട്ടിൽ വെച്ച് EDക്ക് നൽകിയ മൊഴിയിൽ പറയുന്നതായിട്ട് ഇപ്പോൾ ED തന്നെ പുറത്തുവിട്ടുള്ള വിശദാംശങ്ങൾ പറയുന്നത്. ഈ അടുപ്പം കൊണ്ട് മാത്രമായിരുന്നു ഈ ഒരു കരാറുമായിട്ട് മുന്നോട്ട് പോയിരുന്നത്. അതുമാത്രവുമല്ല, ഈ എക്സാലോജിക്ക ഈ കരാറിൽ ഏർപ്പെടുന്നതിന് മുൻപ് വലിയ രീതിയിൽ നഷ്ടം നേരിട്ട ഒരു കമ്പനിയായിരുന്നു. പിന്നീടാണ് ഇത് ലാഭകരമായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് ഈ കരാർ മാത്രമായതുകൊണ്ടാണ് എക്സാലോജിക്കിനും അതോടൊപ്പം തന്നെ വീണയ്ക്കും പ്രത്യേകമായിട്ടാണ് പണം നൽകിയിരുന്നത് എന്നതും ഈ മൊഴിയിൽ വിശദാംശങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെയും ഈ നഷ്ടത്തിലായിരുന്ന ഈ എക്സാലോജിക്കിനെ സഹായിക്കുന്നതിന് വേണ്ടി തന്നെ CMRLൻ്റെ ഉപകമ്പനിയുണ്ട്. അതൊരു ധനകാര്യ സ്ഥാപനവുമാണ്. ഇതിൽ നിന്ന് ഒരു തുക 50 ലക്ഷത്തോളം തുക വീണയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നതുകൂടി ഈ മൊഴിയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികളിലേക്ക് ED കടക്കുമ്പോൾ വീണയുടെ അക്കൗണ്ടുകളും എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടുകളും അടക്കം മരവിപ്പിക്കുന്ന നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. അതിൽ 2 അക്കൗണ്ടുകളിലായിട്ട് ഒന്ന് 16.5 ലക്ഷം രൂപയും മറ്റൊരു ഉപകമ്പനിയായ ലേക്കർ ഇന്ത്യയുടെ 15.5 ലക്ഷം രൂപയുടേതും വീണയുടേത് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിട്ടുള്ളതായി ED അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. CMRLൻ്റെ 242 അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായും ED വ്യക്തമാക്കുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED തുടർ നടപടികളിലേക്ക് പോകുമ്പോൾ ഈ മൊഴികളുടെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ അത് പിണറായി വിജയന് തന്നെയും രാഷ്ട്രീയപരമായി ഏറെ തിരിച്ചടി ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്ക് യാതൊരു രീതിയിലുള്ള ഇടപെടലോ അല്ലെങ്കിൽ തനിക്ക് ഒരു സ്വാധീനമോ ഉപയോഗിച്ചിട്ടില്ല എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ തന്നെയാണ് ഈ വിശദാംശങ്ങൾ ശശിധരൻ കർത്തയുടെ അടക്കമുള്ള മൊഴികളുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. CPMന് കൂടി രാഷ്ട്രീയമായി പ്രതിരോധത്തിലാകും എന്ന് തന്നെയാണ് സൂചനകളുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.